ഇറാന്റെ ബുഷേഹർ ആണവ നിലയത്തിന് നേരെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തിയ ബോംബാക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങൾക്ക് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി. ആണവ നിലയത്തിന് നേരെയുള്ള ആക്രമണം മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള റേഡിയോ ആക്റ്റീവ് മലിനീകരണം ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനേക്കാൾ കൂടുതൽ ഗൾഫ് രാജ്യങ്ങളെയാകും ബാധിക്കുകയെന്ന് അദ്ദേഹം പറഞ്ഞു. അതേസമയം ബുഷേഹർ ആണവ നിലയത്തിന് നേരെ അമേരിക്കൻ ഇസ്രായേൽ സൈന്യം 4 തവണ ബോംബെറിഞ്ഞതായി അരാഗ്ചി വ്യക്തമാക്കി. കഴിഞ്ഞ ശനിയാഴ്ച നടന്ന സംയുക്ത വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. യുക്രൈനിലെ സാപ്പോറിഷ്യ ആണവ നിലയത്തിന് സമീപമുണ്ടായ സംഘർഷങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ പ്രകടിപ്പിച്ച ആശങ്കയെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആണവ നിലയത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നത് മേഖലയിലെ ജീവന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരിക റിയാദ്, അബുദാബി, ദോഹ തുടങ്ങിയ ഗൾഫ് തലസ്ഥാനങ്ങളായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് അകറ്റി നിർത്താൻ സമ്മർദ്ദം ചെലുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് അരാഗ്ചിയുടെ മുന്നറിയിപ്പ് വന്നത്. തകർന്ന ബുഷേഹർ പ്ലാന്റിൽ നിന്നുള്ള റേഡിയോ ആക്റ്റീവ് മാലിന്യങ്ങൾ പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇറാനുമായും ഗൾഫ് രാജ്യങ്ങളുമായും സന്തുലിത ബന്ധം പുലർത്തുന്ന തുർക്കി യുദ്ധം അവസാനിപ്പിക്കാൻ തീവ്ര ശ്രമം തുടരുന്നുണ്ട്. അതേസമയം സമാധാന ശ്രമങ്ങളിൽ സഹകരിക്കുമോ എന്നതിൽ വ്യക്തത നൽകി ഇറാൻ. പാകിസ്ഥാനിൽ നടന്ന സൗദി, തുർക്കി, ഈജിപ്ത് ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്നത് സംബന്ധിച്ചാണ് പ്രതികരണം. യുദ്ധത്തിന് ശാശ്വതമായ അന്ത്യമാണ് തേടുന്നതെന്ന് വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സാമൂഹിക മാധ്യമമായ എക്സിൽ കുറിച്ചു. ഇറാന്റെ നിലപാടിനെ US മാധ്യമങ്ങൾ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. പാകിസ്ഥാന്റെ സമാധാന ശ്രമങ്ങൾക്ക് അങ്ങേയറ്റം നന്ദിയുണ്ടെന്നും ഇസ്ലാമാബാദിലേക്ക് പോകാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി കുറിച്ചു. ഇറാന്റെ മേൽ അടിച്ചേൽപ്പിച്ച നിയമവിരുദ്ധ യുദ്ധത്തിന് നിർണായകവും ശാശ്വതവുമായ അന്ത്യം കുറിക്കുന്നതിനുള്ള നിബന്ധനകളാണ് പ്രധാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനുകൂലമായ ധാരണകൾ ഉണ്ടായാൽ സമാധാന ശ്രമങ്ങളുമായി സഹകരിക്കുമെന്ന സൂചനയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകിയത്. സമാധാന ശ്രമങ്ങൾ മന്ദഗതിയിലായെന്ന വാൾ സ്ട്രീറ്റ് ജേണൽ, ഡോൺ എന്നീ പത്രങ്ങളുടെ റിപ്പോർട്ടുകളെ പാകിസ്ഥാൻ വിദേശകാര്യ വക്താവ് താഹിർ അന്ദ്രാബിയും തള്ളി. ഈ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും വെറും ഭാവന മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളിയാഴ്ച വിദേശകാര്യ മന്ത്രാലയത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലെ വിവരങ്ങൾ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് വിവാദത്തിന് കാരണമായതെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കി. ചൈനയുമായി ചേർന്ന് പാകിസ്ഥാൻ മുന്നോട്ട് വെച്ച 5 സമാധാന പദ്ധതിയെക്കുറിച്ച് പാക് വിദേശകാര്യമന്ത്രി സൗദി അധികൃതരുമായി ചർച്ച നടത്തി. അതിനിടെ ഹോർമുസ് കടലിടുക്കിലൂടെ അവശ്യ വസ്തുക്കളും മാനുഷിക സഹായവും വഹിച്ചുള്ള കപ്പലുകൾക്ക് ഇറാൻ അനുമതി നൽകിയെന്ന് ഇറാന്റെ തസ്നീം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അതിനിടെ സൗഹൃദ രാഷ്ട്രങ്ങൾ വഴി അമേരിക്ക 48 മണിക്കൂർ വെടിനിർത്തലിന് ശ്രമിച്ചത് തള്ളിയതായി നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നു. അതിനിടെ ബുഷേഹർ ആണവ നിലയം വീണ്ടും ആക്രമിക്കപ്പെട്ടു. സുരക്ഷാ ജീവനക്കാരൻ കൊല്ലപ്പെട്ടു. ഇറാന്റെ പെട്രോ കെമിക്കൽ ഫാക്ടറികളും ആക്രമിക്കപ്പെട്ടു. ഇറാനെ തരിപ്പണമാക്കിയെന്ന അവകാശവാദങ്ങൾക്കിടെ F-15E വിമാനവും വാർട്ട് ഹോക്ക് A-10 വിമാനവും തകർന്നതും ഹെലികോപ്റ്ററുകൾ ആക്രമിക്കപ്പെട്ടതുമായ വാർത്തകൾ അമേരിക്കയ്ക്ക് തിരിച്ചടിയായി. കനത്ത സൈനിക നഷ്ടമാണിത്. ഗൾഫിലേക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ദുബായ് ഇന്റർനെറ്റ് സിറ്റിയിലെ ഒറാക്കിൾ കെട്ടിടത്തിൽ അവശിഷ്ടങ്ങൾ വീണു. ദുബായ് മെറീനയിലും കെട്ടിടത്തിൽ അവശിഷ്ടങ്ങൾ പതിച്ചു. ബഹ്റൈനിലെ സിത്രയിൽ 4 പേർക്ക് പരിക്കേറ്റു. വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. UAEയിൽ 24 മണിക്കൂറിനിടെ 14 പേർക്ക് പരിക്കേറ്റു. 56 ഡ്രോണുകളും 23 മിസൈലുകളും നേരിട്ടത് ആക്രമണം കടുത്തെന്ന സൂചനയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.